എൻ്റെ എല്ലാ മക്കളും ഇങ്ങോട്ട് ഒന്ന് നോക്കിയേ. നമ്മളൊരു പുതിയ സാധനം ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. അതായത് പിന്നെ സൂപ്പ്. കാരണം എല്ലാവർക്കും ഗ്യാസൊക്കെ കയറിയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും ഗ്യാസ് പോകും. പനിക്ക് ഒത്തിരി നല്ലതാണ്. പനി വരുമ്പോൾ യൂസ് ചെയ്ത് കുടിക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതാണിത്. വെജിറ്റബിൾ എല്ലാം കൂടി മൊത്തം വെജിറ്റബിൾ ഞാൻ അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കനും കൂടെ ഇടുക. മുഴുവനായിട്ടുള്ള ചിക്കൻ 4-5 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇടുവാണ്. അപ്പോൾ വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പാവയ്ക്കായും ബീട്രൂട്ടും അങ്ങനെയുള്ളതൊന്നും ഇടുന്നില്ല. ബാക്കി എല്ലാ വെജിറ്റബിളും ഉണ്ട് കേട്ടോ. ക്യാരറ്റ് ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്, വെള്ളരിക്കായ ഉണ്ട്, പച്ചക്കായുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, സബോളയുണ്ട്, പിന്നെ ഇച്ചിരി ഇഞ്ചി, ശകല ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, ഇത്ര സാധനം. ഏകദേശമുള്ള പച്ചക്കറികളെല്ലാം ഇതിനകത്തുണ്ട്. പാവയ്ക്കായും ബീട്രൂട്ടും ഇടത്തില്ല. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ ഇട്ടു. സൂപ്പിന് ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിക്കുക കേട്ടോ. എല്ലാ കൂട്ടുകാരും കേട്ടോ നോക്കിക്കുക. എല്ലാ മക്കളും ഒന്ന് കണ്ടുപിടിച്ചോണേ. അപ്പം നമ്മളിതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു. ഇനി അത് ഗ്യാസ് കത്തിച്ച് വെക്കുവാണ്. നമ്മൾ വെജിറ്റബിളും ചിക്കനും ഇട്ടു. ഇനി അതിനാവശ്യമായ വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചി കട്ട് ചെയ്തുകൊണ്ട് 2 സബോള എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇടുക അതിനകത്ത്. പിന്നെ ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്ക് ലാസ്റ്റിൽ ആവശ്യത്തിന് വേണം. ഇത് ഒരു പ്രത്യേക സാധനമാണ്. നമ്മുടെ ഹാർട്ടിനൊക്കെ അസുഖമുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലൊരു സാധനം. ഇതിൻ്റെ പേര് സെലറി എന്ന് പറയും. സെലറി ഇത് ശരീരത്തിന് ഒത്തിരി ഗുണമുള്ള സാധനമാണ്. ഇത് സൂപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വേഗം ഇതെല്ലാം അതിന് വെക്കോളും. ഇപ്പോൾ പൊങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഇത് മല്ലിയില. ഇപ്പം പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മല്ലിയില. ഇതും ഇടുവാണേ. അപ്പം നമ്മളെല്ലാ സാധനവും ഇട്ടു. ഇനി നല്ലതുപോലെ തിളക്കട്ടെ. നല്ലപോലെ തിളച്ച് നല്ലപോലെ വെന്ത് ഇതിൻ്റെ ജ്യൂസ് മുഴുവൻ ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കാണിക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിളും ചിക്കനും എല്ലാം വെന്തു റെഡിയായി. ഇനി ഇതിൽ നിന്ന് കോരി എടുത്ത് ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ പോവാണ്. നമ്മൾ ആ പച്ചക്കറി എല്ലാം തിളപ്പിച്ചു, ചിക്കനും തിളപ്പിച്ചു. അതിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തു കേട്ടോ. അരിച്ചെടുത്ത് രണ്ടാമതൊന്നുകൂടെ ഞാനത് തിളപ്പിച്ചു അരിച്ചെടുത്തു. അതൊക്കെ ഇതിനകത്ത് ഒഴിക്കുകയാണ്. അതൊക്കെ ഒഴിച്ചു. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അതിനകത്ത് ഇട്ടിരുന്ന ചിക്കൻ എല്ലെല്ലാം കളഞ്ഞ് പിച്ചി പറിച്ച് റെഡിയാക്കി വെച്ചിരിക്കും. അതിനകത്ത് എല്ലൊന്നുമില്ല. എല്ലിൻ്റെ ഗുണം അതിൻ്റെ നെയ്യും മച്ചി എല്ലാം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിള്ളേർക്ക് ഒത്തിരി ഗുണമുള്ള സാധനം. അതുകൊണ്ട് ഇതിനകത്ത് ഇടുകയാണ്. ഇതാണ് കോൺഫ്ലവർ. ഇത് വെള്ളം ഒഴിച്ച് ലൂസാക്കി കലക്കി ഇതിനകത്ത് ഒഴിക്കാം. ഇപ്പം നമ്മൾ ജ്യൂസ് എടുത്തതിനകത്ത് ചിക്കൻ ഇട്ടു. ചിക്കനും ഒരുമാതിരിയെല്ലാം ആയി.
പുറമേ ഒന്ന് പൊങ്ങിക്കിടക്കണമല്ലോ അതിന്. പിന്നെ സെലറിയുടെ ഇല, പിന്നെ ഉള്ളിത്തണ്ട് അരിഞ്ഞത്, പിന്നെ 2 ഏലക്ക ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്മെല്ല് വരണമല്ലോ, അതിന് വേണ്ടിയാ കേട്ടോ. ഇതെല്ലാം ഗ്യാസിന് നല്ലതാണ്. പിള്ളേരൊക്കെ കുടിച്ചാൽ ഒത്തിരി നല്ലതാണ്, ശരീരത്തിന് നല്ല. പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത്ര സാധനം മതി. നമ്മുടെ കാര്യങ്ങൾ റെഡിയായി എന്ന് തോന്നുന്നു. ഇനിയിപ്പം ഇത് കോൺഫ്ലവർ ഞാൻ മുമ്പേ കാണിച്ചല്ലോ, കോൺഫ്ലവർ അത് ലൂസാക്കി വെള്ളം ഒഴിച്ച് കലക്കി അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ കുരുമുളക് പൊടിയാണ് ആവശ്യമുള്ളത്. അവരവരുടെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് കിട്ടണം കേട്ടോ. അല്ല അതിനൊരു പ്രത്യേകത, ചിലർക്ക് നല്ല എരിവ് വേണമെന്നുണ്ട്, ചിലർക്ക് കുറച്ച് മതി. അപ്പോൾ പിള്ളേരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിടണം. പിന്നെ ഉപ്പുപൊടി ഈ ചെറിയ സ്പൂണിന് 2 സ്പൂണായിട്ട്. ഞങ്ങളുടെ മോൻ ഇവിടെ ഉണ്ടേ. മോൻ്റെ ഞാനിതൊന്ന് കുടിക്കാൻ കൊടുക്കുക. നല്ലതാണ്, കഫക്കെട്ടിനൊക്കെ ഒത്തിരി നല്ലതാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. മെനക്കെട്ട പണിയാ, സാരമില്ല. എന്നാലും നമ്മുടെ മക്കൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അതൊന്ന് കുടിച്ച് നോക്കിക്കണം. കുടിച്ച് നോക്കിക്കോ, കൊള്ളാവോടാ.